ഹലോ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മുമ്പ് നമ്മളൊരു പൊന്നാങ്കണ്ണി ചീരയെപ്പറ്റി വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ മറ്റൊരു ചീരയാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഇത് കാണുക. ഇതാണ് പൊന്നാങ്കണ്ണി ചീര. എന്നാൽ ഇത് നമ്മൾ ഈ ചീര ഇതിങ്ങനെ പറയുന്നത് എല്ലാവരും വിചാരിക്കും ഇത് പൊന്നാങ്കണ്ണിയാണോ? എന്നാൽ ഇത് പൊന്നാങ്കണ്ണി തന്നെയാണ്. ചീരകൾ പലതരത്തിലുണ്ട്, അതിനാൽ ഒരു വകഭേദമാണ്. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ ചീര കാണുമ്പോൾ അതിനൊരു പേരിടും. അങ്ങനെയാണ് ആ പേരുകളൊക്കെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് പൊന്നാങ്കണ്ണി ചീര. അപ്പോൾ ഇതിനെപ്പറ്റി വിശദ വിവരങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റായ ആയുഷിൽ പരാമർശിക്കുന്നത്. അത് നിങ്ങൾ നോക്കി കാണുക. ഈ ചീര അന്വേഷിച്ച് ഞാൻ പല സ്ഥലത്തും കണ്ട് അങ്ങനെയാണ് ഞാൻ ഈ ടാങ്കിൻ്റെ അകത്ത്, ഈ വാട്ടർ ടാങ്കിൻ്റെ അകത്താണ് വളർത്തിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചീര നമ്മൾ വീഡിയോ കാണുന്ന ഈ ചീര കാൽസ്യച്ചീര എന്നൊക്കെ പറയും. നമ്മൾ പറയുന്ന പൊന്നാങ്കണ്ണി എന്ന് പറഞ്ഞില്ല. അതേപോലെ നമ്മുടെ നാടുകളിൽ കാണുന്ന പൊന്നാങ്കണ്ണി ചീര ഇപ്പോൾ ഇത് പച്ച കളറിലുള്ളതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഈ പച്ച കളർ കൂടാതെ ഈ പിങ്ക് കളറ്, ബ്രൗൺ കളറ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ മറ്റ് സ്ഥലങ്ങളിലേക്കാണ് ഇത് കാണുന്നത്. കേരളത്തിന് പുറത്തൊക്കെ ഉണ്ടാവാം. ചിലപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടാകാൻ പറയും. പിന്നെ സഹസ്രയോഗ പണ്ട് ആയുർവേദ ബുക്കുകളിൽ മീനാങ്കണ്ണി എന്നും മത്സ്യാക്ഷി എന്നും പറയും. ഈ മത്സ്യാക്ഷി എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ മത്സ്യത്തിൻ്റെ പോലെ കണ്ണാണ് ഇതിന്. ഇത് കണ്ട പൂവിന്, അതാണ് മത്സ്യാക്ഷി എന്ന് പറയാൻ കാര്യം. ഇത് കണ്ട കണ്ണ് മത്സ്യത്തിൻ്റെ കണ്ണ് പോലെയാണ് പൂവിനുള്ളത്. അതിനാണ് ഇതിനെ മത്സ്യാക്ഷി എന്ന് പേര് പറയാം. പിന്നെ മീനാങ്കണ്ണി എന്നൊക്കെ പറയും. പിന്നെ ഫിഷ് ഐഡ് എന്നും വിളിക്കാറുണ്ട്. ജോയി വീഡ്, ഡ്വാർഫ് കോപ്പർ ലീഫ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രനാമം ആൾട്ടനാന്തരി സെസിൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അമരാന്തസ് കുടുംബത്തിൽപ്പെട്ടാണ്. ഇതിൻ്റെ ജന്മദേശം എന്ന് പറഞ്ഞാൽ USA പറയപ്പെടുന്നത്. അപ്പോൾ ഇത് താഴത്ത് പടർന്ന് വളർന്ന ചീരയാണ്. താഴത്ത് പടർന്നാണ് വളരുന്നത്. അധികം കൂടുതൽ പൊക്കമൊന്നും വയ്ക്കാൻ സാധ്യതയില്ല. അങ്ങനെയാണ് ഈ ചീരയുടെ രീതി. അപ്പോൾ ഇത് ഔഷധ ചെടിയാണ്. അതുപോലെ അക്വേറിയങ്ങളിലും പാർക്കുകളിലൊക്കെ ഇതിൻ്റെ വേറെ ഇനമുണ്ട്, ചുവപ്പ് കളറിൽ. ആ ചുവപ്പ് ഇനങ്ങളാണ് അക്വേറിയം പാർക്കുകളിലൊക്കെ ഇത് ഭംഗിക്കായിട്ടൊക്കെ വളർത്തിയെടുക്കാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഇപ്പോൾ പ്രചാരത്തിലുള്ള ചീരയാണിത്. ഇത് ആർക്കും അറിയാൻ പാടില്ല ഈ ചീര, ഇങ്ങനെ ഒരു ചീര ഉണ്ടാകുന്നു. അപ്പോൾ കണ്ണിൻ്റെ കാഴ്ച എത്തിക്കൊക്കെ മികച്ചതാണ്. ഇത് ഒരു ചീരയാണ്, പക്ഷേ ഇതുണ്ട്. ഇത് ഞാനിപ്പോൾ കാണിച്ച ഇനത്തിൽപ്പെട്ട ചീരയാണ്. ഇത് പൊന്നാങ്കണ്ണി ചീരയിൽപ്പെട്ട ചീരയാണ്. ഇതിനൊരു മിനുസയില്ല. ഇങ്ങനെ ഈ ഇലയിൽ നിന്ന് പുറകോട്ടിങ്ങനെ തടവുമ്പോൾ ഒരു രോമാവൃതമുണ്ട്. അതാണ് ഈ ചീര. ഇപ്പോൾ വീഡിയോ കാണിച്ച ചീരയുടെ സാമ്യമല്ല ഇത്. റോഡ് സൈഡിലൊക്കെ വഴിയേരിയിലൊക്കെ കാണുന്ന ചീരയാണ്. ഇതേ കൂട്ട് തന്നെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ പൊക്കത്തിലാണ് ഇത് വളരണം. അതുപോലെ തന്നെ ഈ ബാക്കിലൊക്കെ ഒന്ന് തിരുമ്മി നോക്കിക്കഴിഞ്ഞാൽ ഒരു പൊടിമുള്ളുണ്ട്. ഇതിന് പൊടിമുള്ളില്ല. അതാണ് ഈ തിരിച്ചറിയണം. നല്ല മിനുസാണ്, സ്മൂത്താണ് ഈ ഇല. അതാണ് ഇതിനെ തിരിച്ചറിയുന്ന വിധം. ഇലകളൊക്കെ, ഇതിൻ്റെ ഇലകളും തണ്ടുകളൊക്കെ ഇത് പച്ചക്ക് നമുക്ക് തിന്നാവുന്നതാണ്. നേരിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ തോരൻ വയ്ക്കാം. ചീര പോലെയൊക്കെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാം. കൂട്ടുകറി, സൂപ്പുകൾ, സലാഡുകളിലൊക്കെ ഇത് ചേർത്ത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇത് പാലൂട്ടുന്ന അമ്മമാർക്ക് പൊന്നാങ്കണ്ണി ചീര കഴിക്കുന്നത് മികച്ചതാണ്. അപ്പോൾ പനി മാറുവാനായിട്ട് ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പൊന്നാങ്കണ്ണി മുഴുവനായും ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് എടുത്തിട്ട് പനി, വയറിളക്കം എന്ന് വെച്ചാൽ അതിസാരം, പേശി വലിവിനൊക്കെ ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇലകൾ തിളപ്പിച്ച് കുടിച്ചാൽ രക്തസമ്മർദ്ദം, ഗുണോറിയ പോലുള്ള രോഗങ്ങളൊക്കെ ഇതിനൊക്കെ ചികിത്സിക്കുന്നുണ്ടായിട്ട് അറിയപ്പെടുന്നത്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ്, ബ്രോങ്കൈറ്റിസ്, ശ്വാസകോശ രോഗങ്ങൾ, ആസ്മ ഒക്കെ മറ്റ് ഔഷധങ്ങളുടെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂടാതെ തന്നെ തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങളായ മുറിവുകൾ, നമ്മുടെ കയ്യിൽ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ ഇവിടെ മുറിവ് കാണിക്കുന്നില്ല, മുറിവ് പോയത് ഇതുണ്ട്. അതുപോലെ മുറിവുകൾ, ചൊറി, ചിരങ്ങ്, ഇത് നമ്മുടെ ശരീരത്തിലെ പൊള്ളലൊക്കെ ഉണ്ടെങ്കിൽ ഇത് പുറമേ അരച്ച് പറ്റിക്കഴിഞ്ഞാൽ ഭേദമാകും. പിന്നെ ഇത് ആയുർവേദ മരുന്നുകളിലൊക്കെ ഇതിൻ്റെ വേര് നീരെടുത്ത് മൂത്രക്കടച്ചിൽ,
പനി, രക്താതിസാരം എന്ന് വെച്ചാൽ നമ്മുടെ മലശോധന ചെയ്യാൻ നേരത്ത് അതിൽ കൂടി കട്ടിയായ രക്തം പോവുകയും ആ ഭാഗത്ത് എന്തിൽ വേദനയും അടിവേദനയെടുത്തൊക്കെ വേദനയും വീക്കമൊക്കെ ഉണ്ടാകും. അതിനാണ് അതിസാരം എന്ന് പറയുന്നത്. ഈ മരുന്നുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇത് കണ്ണിന് ഏറ്റവും മികച്ച ഒരു ചീരയാണ്. ആർക്കും അറിയാൻ മേലാത്ത കാര്യമാണ്, എന്നാൽ ഇത് മികച്ചതാണ്. അപ്പോൾ ഇത് ഔഷധങ്ങൾ ആയിട്ടൊക്കെ പല രീതിയിൽ ഉപയോഗിക്കുന്നു. ഒന്ന് നമ്മുടെ മുടി വളരാനായിട്ടൊക്കെ എണ്ണകൾ ഉണ്ടാക്കാം. എണ്ണ നമ്മൾ കയ്യുണ്ണി എണ്ണ ഉണ്ടാക്കിയില്ല, അതേപോലെയൊക്കെ നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ കൂടാതെ എന്ന് പറഞ്ഞാൽ കാജൽ കൺമഷി എന്ന് പറയുന്നത് ഇതിൻ്റെ നീര് വെള്ളെണ്ണയിൽ കുറച്ചെടുത്തിട്ട് അതിൽ നമ്മൾ തിരുത്തുണിയിൽ കത്തിച്ച് മൺകലം പൊക്ക് വെച്ചിട്ട് അതിൽ അടിയിൽ കത്തിച്ചിട്ട് അതിൻ്റെ പുകയുന്ന കരിയെടുത്ത് ചാടിച്ച് കണ്ണിൽ പെട്ടാൽ. പിന്നെ കമ്പനിക്കാരെന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പെരുകും പുഴുവും അഞ്ഞനക്കല്ല് ഒക്കെ ചേർത്ത് അതിൻ്റെ കരി ഇപ്പം ഞാൻ പറഞ്ഞ കരി അതുപോലെ ചേർത്ത് അടച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് പച്ചക്കർപ്പൂരമൊക്കെ ചേർത്ത് കമ്പനിക്കാരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ ചീര ഈർപ്പമുള്ള മണ്ണിലേക്ക് ഇത് വളരുകയുള്ളൂ. പിന്നെ ഇത് പുഴയരികിൽ വളക്കൂറുള്ള മണ്ണുകൾ, നെൽപ്പാട വരമ്പുകൾ, തരിശ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിനെ കാണാം. അപ്പം ഞാനിത് കണ്ടത് എറണാകുളത്ത് വെച്ചാണ് ഈ ചീര ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇങ്ങനെ നടന്നു പോയപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെയായിട്ട് കണ്ടു. അങ്ങനെയാണ് ഇത് കാണാനിടയായത്. വളരെ ഗുണമുള്ള ഒരു ആരോഗ്യമായ ഒരു ചീരയാണ്. അപ്പോൾ ഇതിൻ്റെ വിത്ത് വളരുന്നതെന്ന് പറഞ്ഞാൽ ഇത് വംശവർദ്ധനയെന്ന് വെച്ചാൽ വിത്ത് നമ്മുടെ വെള്ളത്തിലൂടെയും കാറ്റിലൂടെയും പറന്ന് ദൂരസ്ഥലങ്ങളിലേക്കൊക്കെ പോയി പറന്നെത്തിയാണ് ഇത് വിത്ത് പറയുന്നത്. പിന്നെ ഉണ്ടാകുന്നതിൻ്റെ മുട്ടിലൂടെ വേരുണ്ട്. ഇവിടെ ഈ ഓരോ മുട്ടിലും ഇങ്ങനെ വേരുണ്ട്. ഇതുണ്ട് ഇവിടെ ഓരോ മുട്ടിലും വേണ്ട. ഈ വേര് മുട്ടിൽ നിന്നും കമ്പ് കഷ്ണം മുറിച്ച് നട്ട് കഴിഞ്ഞാൽ ഇത് വംശവർദ്ധനം നടത്താം. അപ്പോൾ ഒരാഴ്ചയെങ്കിലും പിടിക്കും വളർന്നു വരാനായിട്ട്. അങ്ങനെയാണ് ഇത് വംശവർദ്ധനം നടത്തുന്നത്. അപ്പോൾ ഇത് ഈ ചീരയെ പറ്റി ആർക്കും അറിയാൻ പാടില്ല. ഇത് കളസസ്യമായിട്ടാണ് ഇത് വളരുന്നതായിട്ടാണ് എല്ലാവരുടെയും ധാരണ. ഇത് മികച്ച ആരോഗ്യ ഗുണമുള്ളതാണ്. ഇത് തമിഴ്നാട്ടിൽ വഴിയോരങ്ങൾ റോഡ് സൈഡിലൊക്കെ ഇത് വിൽപ്പനയ്ക്കായിട്ടൊക്കെ കാണാം. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇത്തരം വീഡിയോ നമ്മൾ കാണാനായിട്ട് വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി.